ഇന്നലെയാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ നമ്മുടെ മുറിഞ്ഞപുഴ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാർക്കാണ് ഈ വിവരം കിട്ടുന്നത്. വിവരം അറിഞ്ഞിട്ട് അവരപ്പോൾ തന്നെ സ്ഥലത്തെത്തി. അപ്പോൾ സ്ഥലത്തെത്തുമ്പോൾ തന്നെ ഇദ്ദേഹം ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ഈ അപകടത്തിൽപ്പെട്ട സീതയുടെ ശരീരവുമായിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ജീവനക്കാർ അവരെ ആശുപത്രിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അപ്പോൾ തന്നെ അവരെ കയറ്റിക്കൊണ്ട് വരികയാണ് ഉണ്ടായത്. അപ്പോൾ പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴത്തേക്കും മരണം ഉറപ്പിച്ചിരുന്നു, ഡോക്ടർ മരണം ഉറപ്പിച്ചിരുന്നു. ഇപ്പോൾ ബിനുവിനോട് ചോദിച്ചപ്പോൾ ബിനു അന്നേരം പറഞ്ഞിരുന്നത് ബിനുവിന് ഈ പെട്ടെന്ന് പൊന്തക്കാട്ടിൽ നിന്നും ഒരു ആന ഇവർ ഈ പത്രിപ്പൂവ് പറക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ആന പെട്ടെന്ന് പൊന്തക്കാട്ടിൻ്റെ ഇവർ കണ്ടില്ല, പെട്ടെന്ന് ചാടി വന്നു ഇവർ ഈ പറയുന്ന നമ്മുടെ ഈ മരണപ്പെട്ട സ്ത്രീയെ ആദ്യം ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ച് അവരെ വീഴ്ച ഈ പെട്ടെന്ന് ഈ ബിനു ഇത് തടയാനായിട്ട് ശ്രമിച്ചു. അങ്ങോട്ട് ചെന്നപ്പോൾ ബിനുവിനെ ആന എടുത്ത് എറിഞ്ഞു. അതിന് ശേഷം വീണ്ടും ആന ഈ സീതയെ ആക്രമിച്ചിട്ട് പോയി എന്നാണ് ബിനുവിൻ്റെ ആദ്യത്തെ മൊഴിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും എല്ലാം നമ്മൾ ഇവരുടെ ഈ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ കാണുമ്പോൾ ഈ മരണപ്പെട്ട സ്ത്രീയുടെ മുറിവുകൾ കാണുമ്പോൾ തന്നെ ഒരു സംശയം അന്നേരം തോന്നിയിരുന്നു. കാരണം ഒരു ബാഹ്യമായിട്ടൊരു പ്രകടമായ വലിയ മുറിവുകളൊന്നും ഇല്ലായിരുന്നു, തലയിലുണ്ടായിരുന്നൊരു മുറിവുണ്ടായിരുന്നു. പിന്നീട് സംശയം തോന്നാനുണ്ടായ ഒരു കാര്യം, ഈ പറഞ്ഞ ഈ ആന എടുത്ത് എറിഞ്ഞു എന്ന് പറയപ്പെടുന്ന ബിനുവിന് മറ്റ് പരിക്കുകളൊന്നും ദേഹത്ത് പരിക്കുകളൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം അത് ഈ ശ്രീ ബിനുവിനെ അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ തന്നെ പരിശോധിച്ചു. പ്രത്യേകിച്ച് പരിക്കുകളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് പക്ഷേ എന്നാലും അതൊന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ ഞങ്ങളുടെ ജീവനക്കാർ തന്നെയാണ്, വനംവകുപ്പ് ജീവനക്കാർ തന്നെ കൊണ്ടുപോയി എക്സ്റേ അടക്കമുള്ള പരിശോധന നടത്തിയാലും അദ്ദേഹത്തിന് പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ ഉള്ളിലോ ഒന്നും പ്രത്യേക പരിക്കുകളൊന്നും ഇല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംശയം ഇന്നലെ ഞാൻ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലുണ്ടായിരുന്നു. അവിടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. പോലീസിൻ്റെ ശ്രദ്ധയിൽ ഞാൻ ഈ കാര്യം അപ്പോൾ തന്നെ അറിയിച്ചിരുന്നു. അതായത് വനംവകുപ്പിന് ഈ കാര്യത്തിൽ ഒരു സംശയമുണ്ടെന്നും, അതായത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയുള്ള മുറിവുകളും അതായത് ഇദ്ദേഹത്തിൻ്റെ മൊഴികളും എല്ലാം തമ്മിൽ ചെറിയ പ്രശ്നം. കാരണം ഈ സംഭവം നടക്കുന്ന സ്പോട്ടിൽ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ മക്കളെ കൂടെ ഉണ്ടായിരുന്നു. അവർ പക്ഷേ പിന്നിലായിരുന്നു എന്നാണ് ബിനുവിൻ്റെ മൊഴിയിൽ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഈ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അതിൻ്റേതായ രീതിയിൽ കൃത്യമായി ഉണ്ടാവണം എന്നുള്ളൊരു കാര്യം പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം വനംവകുപ്പിനെതിരെ വരുന്ന സമയത്താണ് ഇങ്ങനെ വനംവകുപ്പിനെ താഴ്ചാരി രക്ഷപ്പെടാൻ ഒരു പ്രതി ശ്രമിച്ചത്. തെളിവ് പ്രതിഷേധം ഉണ്ടായിരുന്നെന്നും പ്രതിഷേധങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നുണ്ടായിരുന്നു. അല്ല, പ്രതിഷേധം ഉണ്ടാവും, അത് സ്വാഭാവികമാണല്ലോ. കാരണം ഇങ്ങനെ ഒരു കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നുള്ള ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ളൊരു പ്രതിഷേധം എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അത് പ്രതീക്ഷിക്കുന്നതാണ്. അതിലൊന്നും നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല. ആ കാര്യത്തിൽ പ്രത്യേകിച്ചുള്ളതൊന്നുമില്ല. പക്ഷേ ഈ സംഭവത്തിൽ ഉണ്ടായിരുന്ന ദുരൂഹത അന്നേരം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് ധരിപ്പിക്കേണ്ട ആളുകളെ ഞാൻ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഈ സമയത്ത് ഈ ആന അവിടെ ഉണ്ടായിരുന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു, അത്തരത്തിൽ എന്തെങ്കിലും സൂചന? അങ്ങനെ ഇന്നലെ നമുക്ക് അന്നേരം പരിശോധന നടത്താൻ സാധിച്ചില്ല. കാരണം നല്ല കോടയും മഴയും ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ ജീവനക്കാരവിടെ നോക്കിയിരുന്നു. പക്ഷേ അവിടെ ഈ ഇദ്ദേഹം പറഞ്ഞ ആ പ്രദേശങ്ങൾ അങ്ങനെ ഒരു ആക്രമണത്തിൻ്റെതായ ലക്ഷണം ആന ആ ഭാഗത്തെല്ലാം ഉള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു എന്താ പറയുന്ന രീതിയിലുള്ള ഒരു നടന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ ആ രീതിയിലൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല. അതെല്ലാം ഇനി പോലീസ് കൂടുതൽ പരിശോധന നടത്തേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമാണ്, അതായത് ജനവാസ മേഖലയിൽ പീരുമേട്. അപ്പം അതിലെന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഒരുപാട് ഉണ്ടായതാണ്. അതിലെന്തെങ്കിലും പരിഹാരം കാണാനുള്ള ശ്രമം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ? തീർച്ചയായിട്ടും പീരുമേട് ഭാഗത്ത് ഉണ്ടാകുന്ന കാട്ടാനയുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഭാഗത്ത് 3 റീച്ചായിട്ട് നമ്മളിപ്പോൾ സോളാർ ഫെൻസിങ് ഫണ്ടിങ് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ടെക്നിക്കൽ സാങ്ഷൻ വെച്ച് ടെൻഡർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ തോട്ടാപുര ഭാഗത്തും പീരുമേട് നമ്മുടെ കുട്ടിക്കാനം പോലീസ് ക്യാമ്പിൻ്റെ ആ സൈഡിൽ നിന്ന് ആ ഭാഗത്തു നിന്നാണ് ആന വളഞ്ഞങ്ങാനം റിസർവിൽ നിന്നാണ് അങ്ങോട്ട് കയറി വരുന്നത്. വളഞ്ഞങ്ങാനം റാന്നി റിസർവ് എല്ലാം അടുത്ത് കിടക്കുകയാണ്. അപ്പോൾ ആ ഭാഗത്ത് ഫെൻസിങ്ങിൻ്റെ വർക്കുകൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമുക്ക് ആനയുടെ ശല്യം അങ്ങനെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പേ വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം RRT അവിടെ സജീവമായിട്ട് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത്. ഈ വനത്തിനുള്ളിൽ എത്ര കിലോമീറ്ററോളം മുമ്പിലായിരുന്നു ഈ സംഭവം? ഇത് നമ്മുടെ പ്ലാന്റേഷനാണ്, തോട്ടാപുര യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷനാണ്. അതിലൊരു ജീപ്പ് നമ്മൾ ചെന്ന് അത് ഉള്ളിലോട്ട് ജീപ്പിലേക്ക് പോവാം. ജീപ്പ് ചെന്ന് നിന്നിട്ട് വീണ്ടും ഒരു 2 കിലോമീറ്റർ ഉള്ളിലാണ് ഇവർ ഈ പറയുന്ന സ്ഥലം, മീൻമുട്ടി എന്ന് പറയുന്ന സ്ഥലം നടന്നു പോകേണ്ട സ്ഥലമാണ്. സാധാരണ ഈ മലമണ്ടാർ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ കാടിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ കൂടിയാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ ആനയുടെ സാന്നിധ്യം നമ്മളിവരെ മുന്നറിയിപ്പൊക്കെ നൽകാറുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്. കാരണം സാധാരണ ഇദ്ദേഹം നമ്മുടെ വനംവകുപ്പിലെ ഒരു താൽക്കാലിക വാച്ചറായിട്ട്, ഈ ഫയർ സീസണിൽ വാച്ചറായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം
നമ്മുടെ കൂടെ എല്ലാം സ്ഥിരമായിട്ട് നമ്മൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ടാണ് കാട്ടിലെല്ലാം പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ഗൈഡൻസിൻ്റെ ഇതും കൂടി നമ്മൾ സാധാരണ എടുക്കാറുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അവർക്ക് അറിയേണ്ടതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യത്തിൽ അത് പെട്ടെന്ന് ആയിരുന്നു ഈ പൊന്തക്കാട്ടിൽ നിന്ന് വന്നതെന്നാണ് അന്നേരം ജീവനക്കാരോട് പറഞ്ഞിട്ടുള്ളത്.